എൻ്റെ പേര് ജിനി. ഞാൻ ഒലവക്കോട് ഇടവകയിൽ നിന്നും വരുന്നു. ഞാനും എൻ്റെ മകളും കൂടെ പള്ളിയിൽ പോകുന്നത് രാവിലെ നടന്നിട്ടാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോകുമ്പോൾ അവൾ ഒരു 2-3 ആഴ്ച, ഒരു മാസം മുമ്പാണ് വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു പെയിൻ ഈ ചെസ്റ്റിൻ്റെ എവിടെയാണെന്ന് അവൾക്ക് തന്നെ അറിയില്ല, ഒരു വേദന എന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ സ്പീഡിൽ നടക്കരുതട്ടെ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി എന്താണാവോ എന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിലെത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ച് പോകാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് പള്ളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്ക് തീരെ നടക്കാൻ വയ്യ, ഇങ്ങനെ കൂനിയിട്ടാണ് നടക്കുക, എനിക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം പരിശുദ്ധ കുർബാനയ്ക്ക് അവൾ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് മെല്ലെ നടന്നു വന്നു. അപ്പോൾ അവളൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്, 8 മണിക്ക് ക്ലാസ്സിൽ കയറി. വന്നപ്പോൾ തന്നെ ഞാൻ വേഗം ഹന്നാം വെള്ളം എടുത്തിട്ട് കുടിക്കാനായിട്ട് കൊടുത്തു. 2 കവള് നീ അങ്ങോട്ട് കുടിക്ക്, എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ ഹന്നാം വെള്ളം കുടിക്കാൻ തന്നെ കൊടുത്തു. പിന്നെ ഈ സംഭവം ഞങ്ങൾ മറന്നുപോയി, അവളും മറന്നുപോയി, ഞാനും മറന്നുപോയി. പിറ്റേ ദിവസം പള്ളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ അവൾ ചോദിച്ചു ഇന്നലത്തെ വേദന എന്തായെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ ഇരിക്കുന്നിടത്ത് ചാടി എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ചു. അമ്മയെ ഞാൻ ആ കാര്യം മറന്നുപോയി, ഈശോ സൗഖ്യപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, പിന്നീട് ആ വേദന അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകൻ, അവന് 20 വയസ്സ് പ്രായമുണ്ട്, അവൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊരു മുഴ വന്നു. അപ്പോൾ മുഴ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു എന്താണെന്നറിയില്ല, ഭയങ്കര വേദനയാണ്, ഒരു മുഴയുണ്ട്, വീട്ടിലെല്ലാവരും പറയുന്നു ആശുപത്രി കാണിച്ചിട്ട് അത് കീറിക്കളയണമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എന്തായാലും ടൗൺ മിനിസ്റ്ററിലെ എണ്ണയൊന്ന് തേച്ച് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഞാൻ ആ മകൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു 9 ദിവസം 9 വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച എണ്ണ തേക്കാൻ പറയും. ആൻറ്റി ഞാനത് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ 9 ദിവസം കഴിയുമ്പോൾ സാക്ഷ്യപ്പെടുത്ത്. അങ്ങനെ ഞാൻ 3 ദിവസം മുമ്പ് വിളിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറയണത് ആൻറ്റി ആ വേദനയില്ല, മുഴയില്ല, എണ്ണ തേച്ച് അവൻ്റെ അമ്മ 3 ദിവസം പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും ഈശോ സൗഖ്യം കൊടുത്തു. അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു.